സൺഡേ ന്യൂസിലേക്ക് വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി.ജെ. ജോസഫ് മത്സരിച്ചേക്കും. രണ്ടാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് കേരള കോൺഗ്രസ് പിന്മാറിയതായി പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് പറഞ്ഞു. കോട്ടയം സീറ്റിൽ മത്സരിക്കണമെന്ന പി.ജെ. ജോസഫിന്റെ ആവശ്യത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറ്റിന് പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസിന് അർഹതയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഒരു പൊതു താല്പര്യം കോൺഗ്രസിൻ്റെ ഈ ആവശ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ പറഞ്ഞ ആവശ്യം കാരണം അത് അംഗീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് അത് അംഗീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. കോട്ടയമാണ് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റിൽ മത്സരിക്കണമെന്നൊരു താല്പര്യം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് യോഗത്തിൽ പാർട്ടിയുടെ ചെയർമാൻ മാണി സാറിനോടും പാർലമെൻ്ററി പാർട്ടിയോടും അങ്ങനെ ആവശ്യം ആ യോഗത്തിൽ വെക്കുകയുണ്ടായി. മാണി സാർ ഈ വിഷയം മറ്റു പാർട്ടി നേതാക്കന്മാരോടും ബന്ധപ്പെട്ട മറ്റാളുകളോടും ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കാനുള്ള ആഗ്രഹം പാർട്ടിയെ അറിയിച്ചെന്നും ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും പി.ജെ. ജോസഫ് പ്രതികരിച്ചു. എന്റെ റിക്വസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുണ്ട്. എപ്പോഴും ശുഭാപ്തി വിശ്വാസിയാണ് ഞാൻ. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കോട്ടയത്ത് പി.ജെ. ജോസഫ് മത്സരിച്ചേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, അങ്ങനെ തന്നെയാണ്. പി.ജെ. ജോസഫിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെ പുറത്തുവരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനായ CF തോമസിന്റെ വാക്കുകൾ തന്നെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഇതുവരെ പി.ജെ. ജോസഫിന്റെ താല്പര്യം അദ്ദേഹം പാർട്ടിയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞെങ്കിൽ ഇന്ന് ഔദ്യോഗികമായി അദ്ദേഹം യോഗത്തെ അറിയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ആ ഒരു ആഗ്രഹം ഒരു പരസ്യമായി തന്നെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനായ CF തോമസ് തുറന്നു പറയുന്നു എന്നുള്ളതും വളരെ നിർണായകം തന്നെയാണ്. അതായത് കേരള കോൺഗ്രസിന് ആ വിഷയം ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും KM മാണിയെ ഇക്കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. KM മാണി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നാണ് CF തോമസ് പറയുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ KM മാണിയും ജോസ് കെ മാണിയും ഒക്കെ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിയോടുകൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ഇവിടെ കോട്ടയത്താണ് ചേരുന്നത്. പക്ഷേ ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. നാളെയോ മറ്റോ ആയിരിക്കും KM മാണി ഒരുപക്ഷെ ഇക്കാര്യത്തിലൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുക. പക്ഷേ CF തോമസിനെ ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും CF തോമസിനെ പി.ജെ. ജോസഫിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനാകാത്തൊരു സാഹചര്യത്തിലേക്ക് KM മാണി എത്തിയിരിക്കുന്നതാണ് ഏറ്റവും ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുള്ളത്. അഥവാ തള്ളുകയാണെങ്കിൽ ഇത്രയും പരസ്യമായ ചർച്ച നടന്ന സാഹചര്യത്തിൽ പി.ജെ. ജോസഫിന് കടുത്ത നിലപാടെടുക്കേണ്ടി വരും. ഒരുപക്ഷെ പാർട്ടി വിട്ടുകൊണ്ട് പിളർപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിലേക്കൊന്നും പോകാൻ ഇരുവിഭാഗത്തിനും ഇപ്പോഴും താല്പര്യമില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ നീക്കം തന്നെ പി.ജെ. ജോസഫ് നടത്തിയിരിക്കുന്നു. ആ നീക്കം ഏതാണ്ട് വിജയത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അശ്വതി, ശരി, കോട്ടയത്ത് പി.ജെ. ജോസഫ് സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചന തന്നെയാണ് ഈ അവസാന നിമിഷവും നമുക്ക് ലഭിക്കുന്നത്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.